بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ച് അങ്ങേയറ്റം തെഖ്വയോടെ സൂക്ഷ്മതയോടെ ഭയഭക്തിയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. കുടുംബം എന്ന നിലക്ക് നമ്മുടെ ബാധ്യതകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹികമായ നമ്മുടെ കടമകൾ, കടപ്പാടുകൾ, ബാധ്യതകൾ, അത് വിശുദ്ധ ഖുർആനും പ്രവാചകനും വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. മനുഷ്യർ എന്ന നിലക്ക് ഏകോദര സഹോദരന്മാരാകുന്നു എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് സാമൂഹികമായ നമ്മുടെ കടമകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും അള്ളാഹുവും പ്രവാചകനും നമ്മെ ഉണർത്തുന്നത് എന്ന് ആമുഖമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് സുപരിചിതമായ ഒരു വചനമാണ് ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട്, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടി കുടുംബങ്ങളും ഗോത്രങ്ങളുമാക്കി വേർതിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ പേരിൽ നമുക്ക് പ്രത്യേകതയില്ല. ആ സവിശേഷതയും കാര്യങ്ങളുമൊക്കെ ഉള്ളത് നമ്മുടെ മനസ്സിലെ തെഖ്വയുടെ അടിസ്ഥാനത്തിലാകുന്നു എന്ന് അള്ളാഹു തുടർന്നുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കുക. ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിക്കപ്പെട്ട് ഭൂമിയിൽ വ്യാപരിക്കപ്പെട്ട മനുഷ്യൻ അവൻ പരസ്പരമുള്ള കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ജന്മത്തിൻ്റെ പേരിലോ കുലത്തിൻ്റെ പേരിലോ തറവാടിൻ്റെ പേരിലോ ദേശത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ഔന്നത്യവും അധമത്വവും കണക്കാക്കുവാൻ യാതൊരു മാർഗവുമില്ല. അള്ളാഹുവിങ്കൽ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്നവർ ജീവിതത്തിൽ ധർമ്മനിഷ്ഠ പാലിക്കുന്ന സൂക്ഷ്മതാബോധമുള്ള തെഖ്വയുള്ള ആളുകളാകുന്നു എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ നിലക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ സമൂഹത്തോടുള്ള കടമയും കടപ്പാടും നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മെ സ്വന്തത്തെക്കാൾ വലിയ പ്രാധാന്യം മറ്റുള്ളവർക്ക് നൽകിയിരുന്ന ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതിലേറ്റവും വലിയ ഗുണപാഠമാണ് അൻസാറുകളുടെയും മുഹാജിറുകളുടെയും സംഭവത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. മക്കയിൽ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബികളോടൊപ്പം മദീനയിലേക്ക് പലായനം നടത്തേണ്ടി വന്നത്. അങ്ങനെ മദീനയിലേക്ക് പലായനം നടത്തുന്ന സന്ദർഭത്തിൽ നാടും വീടും വിട്ട് അഭയാർത്ഥികളായി മദീനയിലേക്ക് കടന്നു വന്നിരിക്കുന്ന
മക്ക നിവാസികളോട് അഥവാ മുഹാജിറുകളോട് മക്കയിൽ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത അൻസാറുകളുടെ സമീപനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിശുദ്ധ ഖുർആനിലെ 59-ാമത്തെ അധ്യായം സൂറത്തുൽ ഹഷറിൽ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചിരുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് വിലയിരുത്തിയാൽ വളരെ ലളിതമായി നമ്മുടെ സമീപനം എന്തായിരിക്കണം മറ്റുള്ളവരോട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, അതിനു മുമ്പ് തന്നെ അവർക്ക് വാസസ്ഥലവും അതുപോലെ തന്നെ വിശ്വാസവും സ്വീകരിച്ചിരുന്ന ആളുകൾ, അത് അൻസാറുകളെ കുറിച്ചുള്ള പരാമർശമാണ്. മക്കയിൽ നിന്ന് മുഹാജിറുകൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ നേരത്തെ മദീനയിലുണ്ടായിരുന്ന വിശ്വാസികളായിരുന്ന ആളുകൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും മറ്റുമൊക്കെ മദീനയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഹിജറ വന്നിരിക്കുന്ന ആളുകളെ അവർ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. മുഹാജിറുകളോട് അൻസാറുകൾ കാണിച്ച ആത്മാർത്ഥമായ സ്നേഹബന്ധമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെ ഒരു രണ്ടാം തരം പൗരന്മാരായി ചിത്രീകരിക്കുന്ന മനോഭാവമാണ് നമുക്ക് അനുഭവത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും പല വാർത്തകളും പല റിപ്പോർട്ടുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും കാരണത്താൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വരേണ്ടി വന്നിരിക്കുന്ന ആളുകളോട് അങ്ങേയറ്റം അവജ്ഞയോടുകൂടി പെരുമാറുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുഹാജിറുകളോട് അൻസാറുകൾ കാണിച്ചിരുന്ന സമീപനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത് അവർ അങ്ങേയറ്റം ഹൃദയംഗമമായ സ്നേഹമാണ് അവർ പ്രകടിപ്പിച്ചിരുന്നത് എന്നാണ്. ആ സ്നേഹബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം വീടുകളിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അവർക്കാവശ്യമായ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും നൽകിയിരുന്നു എന്നുള്ളതാണ്. എന്തിനേറെ അവർക്ക് സ്വത്തിൽ പോലും അവകാശം നൽകിയിരുന്നതായി അല്ലെങ്കിൽ സ്വത്തിൽ പോലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതായി വരെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന ആളുകൾ ഒരു ഭാര്യയെ ഒഴിവാക്കി അവർക്ക് വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് സൗകര്യം വരെ ഒരുക്കി കൊടുത്തിരുന്നു എന്ന ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ഒരു സ്നേഹബന്ധമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അവർക്ക് നൽകപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ അവർക്ക് യാതൊരു, പ്രത്യേകിച്ചും ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ കൈവന്നിരുന്ന സ്വത്തായിരുന്നു ഫൈ എന്നറിയപ്പെടുന്നത്. ആ സ്വത്ത് മുഹാജിറുകളായ ആളുകൾക്ക് കൊടുക്കാൻ പ്രവാചകൻ താല്പര്യം കാണിക്കുകയും അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അവർക്ക് ആ സമ്പത്ത് കൊടുത്തതിൻ്റെ പേരിൽ അൻസാറുകൾക്ക് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല, അവർക്കതിനെക്കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നില്ല. മാത്രമല്ല അവർ ആ കാര്യത്തിൽ, അവർക്ക് ആ ധനം നൽകപ്പെട്ടതിൻ്റെ കാര്യത്തിൽ ഇവർ യാതൊരു ആവശ്യവും പോലും കണ്ടെത്തിയിരുന്നില്ല എന്നാണ് ഖുർആൻ ആ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വയഖ്സിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഹസ്വാസ, അവർക്ക് പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ദാരിദ്ര്യമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ അവർ സ്വന്തം കടിച്ചൊതുക്കിക്കൊണ്ട് അത് സ്വയം സഹിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന അഭയാർത്ഥികളായിരുന്ന മുഹാജിറുകളെ സേവിക്കുവാൻ, അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ, അവരെ സഹായിക്കുവാൻ അവർ സന്നദ്ധമായിരുന്നു എന്നുള്ളതാണ്. അവർ സ്വന്തത്തെക്കാൾ വലിയ പ്രാധാന്യം മുഹാജിറുകൾക്ക് കൊടുത്തിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു അവരുടെ ആ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ആ സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. വയഖ്സിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഹസ്വാസ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൻ യൂക ശുഹ നഫ്സിഹി, ആർ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു യഥാർത്ഥ വിജയികൾ എന്നാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ഈ സ്വാർത്ഥ മനോഭാവമാണ് യഥാർത്ഥത്തിൽ മനസ്സിന്റെ പിശുക്ക്. ഷുഹ് എന്ന പദത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വിവക്ഷ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്, ഒന്ന്, സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കാനുള്ള പിശുക്ക് മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ പിശുക്ക് കാണിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനോഭാവത്തിനാണ് ഷുഹ് എന്ന പദം പ്രയോഗിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള ഒരു മനോഭാവം, സ്വന്തം ചെലവഴിക്കാനുള്ള മടിയില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരുടേത് കൂടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മനോഭാവം പോലും ഇല്ലാതെ മനസ്സ് അതിൻ്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. സാമ്പത്തിക രംഗത്തെ പിശുക്ക് മാത്രമല്ല, മനസ്സിൻ്റെ പിശുക്ക് നമ്മൾ ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ, ഉപകാരം ചെയ്യാൻ, അവരോട് നല്ല നിലയിൽ പെരുമാറാൻ, നല്ല നിലക്ക് സഹവർത്തിക്കാൻ,
ഒക്കെ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മനസ്സിന്റെ പിശുക്കാണ്. ആ ഈർഷ്യത, ആ സ്വാർത്ഥത, ആ മനോഭാവമാണ് പല നല്ല കാര്യങ്ങൾക്കും തടസ്സമായി നമുക്ക് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ആർ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അവരാകുന്നു യഥാർത്ഥ വിജയികൾ എന്നാണ്. എന്നിട്ട് നോക്കൂ നമ്മൾ, അവരുടെ ആ മനോഭാവം എത്ര വലുതായിരുന്നു എന്ന്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം കടന്നു വന്നിരിക്കുന്ന ആളുകളും യഖൂലൂന റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അവരുടെ പ്രാർത്ഥന നമ്മൾ പരിശോധിച്ച് നോക്കൂ. മറ്റുള്ളവരോടുള്ള സമീപനം എന്താണ്? അവിടെ അവർ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ നാഥാ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങളുടെ സഹോദരന്മാർക്ക് പുറത്തു തരണമേ, ഞങ്ങളുടെ മുമ്പും ഈ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കണമേ. നമ്മൾ ആലോചിച്ച് നോക്കൂ. യാതൊരു സ്വാർത്ഥതയുമില്ല. സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല, നമ്മളോടൊപ്പമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, മുമ്പ് വിശ്വാസത്തോട് കഴിഞ്ഞു പോയിരിക്കുന്ന ആളുകൾക്കും നീ പാപമോചനം നൽകണമേ. എന്നിട്ട് വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലൽ ലില്ലദീന ആമനു, വിശ്വാസികളായ ഒരാളോടും നമ്മുടെ മനസ്സിൽ യാതൊരു വെറുപ്പും ഈർഷ്യതയും പകയുമില്ലാത്ത രൂപത്തിൽ ഈ മനസ്സിനെ നീ ശുദ്ധമാക്കണമേ എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിൻ്റെ ഒരു വിവക്ഷ കൂടി നമുക്ക് ഈ ആയത്തിന്റെ ഈ അവരുടെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് കാണാൻ സാധിക്കുന്നു. ഒരു നിലക്കുള്ള ഈർഷ്യതയും മറ്റാരോടുമില്ലാത്ത വിധം വളരെ വ്യക്തമായി ഇന്നക റഊഫുർ റഹീം, അള്ളാഹുവേ നീ വളരെ ഔദാര്യം ചെയ്യുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോട് യാതൊരു വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത വിധം നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണമേ എന്ന് പോലും പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരോട് നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ള ആ കാര്യം നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണ്? ഉബല്ലിഉക്കും റിസാലാത്തി റബ്ബി, ഞാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ സന്ദേശങ്ങളുമായി പ്രബോധന പ്രവർത്തനങ്ങളുമായി നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. എങ്ങനെയാണ് വരുന്നത്? അനലക്കും നാസിഹുൻ അമീൻ, ഞാൻ തീർച്ചയായും നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായിരിക്കുന്ന ഗുണകാംക്ഷിയാകുന്നു എന്നാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകണമെന്ന ആഗ്രഹമാണ് സാമൂഹികമായി നമുക്കുണ്ടാവേണ്ട കാഴ്ചപ്പാട് ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രബോധന പ്രവർത്തനങ്ങളുടെ പോലും അടിസ്ഥാനം അതായിരിക്കണം. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം എന്ന ആഗ്രഹം, ആ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി ഗുണകാംക്ഷയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിരുന്ന കാര്യം വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടത് പുണ്യകരമായ കാര്യത്തിലും ധർമ്മനിഷ്ഠയുടെ കാര്യത്തിലുമായിരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെ കാര്യത്തിലും അതിക്രമത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടില്ല. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പല കൂട്ടുകെട്ടും ഉണ്ടാകുന്നത്, പല കമ്പനിയും ഉണ്ടാകുന്നത്, പല നിലക്കും പലരും പരസ്പരം യോജിക്കുന്നത് ഏതെങ്കിലും കക്ഷിയുടെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ താല്പര്യങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ പ്രത്യേകമായ ജാതിയുടെ മതത്തിന്റെ പേരിൽ, ആ രൂപത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നന്മ ചെയ്യേണ്ടത്, മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടേണ്ടത് നന്മയാണോ പുണ്യമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടായിരിക്കണം. അത് തഖ്വയുടെ മാർഗമാണോ ധർമ്മനിഷ്ഠയുടെ മാർഗമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടായിരിക്കണം. ഒരിക്കലും പാപത്തിന്റെ കാര്യത്തിൽ, തെറ്റായ കാര്യങ്ങളിൽ, പുണ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ശത്രുതാ മനോഭാവമുള്ള അതിക്രമം പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടില്ല. എത്ര വലിയ ആശയമാണ്! ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു തീർച്ചയായും കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മനോഭാവം അതാണ്. നമ്മൾ ഏതൊരു കാര്യത്തിലും മറ്റുള്ളവരുമായി സഹകരിക്കുന്നതും സഹായിക്കുന്നതും ആ കാര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ്, ആര് എന്ത് എന്ന് പരിശോധിച്ചുകൊണ്ടല്ല, ആ വസ്തുത എന്താകുന്നു എന്ന് വിലയിരുത്തിക്കൊണ്ടാണ്. സ്വന്തം കക്ഷിക്കാരൻ, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരൻ, അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരൻ, അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരൻ, അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പുകാരൻ, ഈ മനോഭാവമല്ല. മറിച്ച് നല്ല കാര്യമാണോ ആ നല്ലതിൽ പരസ്പരം സഹകരിക്കുക, തിന്മയാണോ അതിനോട് ഒരിക്കലും യോജിക്കാതിരിക്കുക, ഈ മനോഭാവമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് അവിടെ വിശദീകരിക്കപ്പെടുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആപ്തവാക്യമായിരുന്നു ഉൻസുർ അഹാക്ക ലാലിമൻ ഔ മദ്ലൂമ, ആക്രമിക്കുന്നവനെയും ആക്രമിക്കപ്പെടുന്നവരെയും സഹായിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരൻ അവൻ അക്രമം കാണിക്കുകയാണെങ്കിലും അവൻ ആക്രമിക്കപ്പെടുകയാണെങ്കിലും അവനെ സഹായിക്കുക എന്ന ഒരു ആപ്തവാക്യം ആ കാലത്തുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞു, ഉൻസുർ അഹാക്ക ലാലിമൻ ഔ മദ്ലൂമ, നിങ്ങൾ മർദ്ദിതനെയും മർദ്ദിക്കുന്നവനെയും രണ്ടുപേരെയും സഹായിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഈ വാക്യം ഉച്ചരിച്ചു. ആ സന്ദർഭത്തിൽ സ്വഹാബികൾ പ്രവാചകനോട് ചോദിച്ചു, ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ഉൻസുറുഹു ഇദാ കാന മദ്ലൂമൻ,
ഒരാൾ മർദ്ദിതനാണ്, ആക്രമിക്കപ്പെടുന്നവനാണ് എങ്കിൽ അവനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. അഫറഅയ്ത ഇദാ കാന ളാലിമൻ, എന്നാൽ അയാൾ അക്രമം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അയാളെ സഹായിക്കും? അക്രമിയായ മനുഷ്യനെ സഹായിക്കാൻ പാടില്ല എന്നാണല്ലോ താങ്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതായിരുന്നു സ്വഹാബിയുടെ ചോദ്യം. പ്രവാചകൻ അതിന് വിശദീകരണം നൽകി. പ്രവാചകൻ പറഞ്ഞു, ഖാല തംനഉഹു ഫിൽ ദുൽമി ഫഇന്ന ദാലിക നസ്റുഹു. അക്രമിയായ മനുഷ്യന് നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന സഹായം അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാകുന്നു. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അക്രമത്തിന് കൂട്ടുനിൽക്കുക എന്നതല്ല, അക്രമത്തോട് സഹകരിക്കുക എന്നതല്ല, അക്രമത്തിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക എന്നതല്ല. മറിച്ച് തൻ്റെ സഹോദരൻ, സുഹൃത്ത്, മറ്റൊരാൾ അക്രമം പ്രവർത്തിക്കുമ്പോൾ അക്രമത്തിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് അയാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സഹായം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ പരിശോധിച്ചു നോക്കൂ. നമ്മുടെ സാമൂഹ്യമായ ബാധ്യതകൾ ഏറ്റവും വലിയ കാര്യം നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുക എന്നതാണ്. ഖുർആനിൽ പറയുന്നു, കുൻതും ഹൈറ ഉമ്മ, നിങ്ങളിൽ ഒരു ഉത്തമ സമൂഹമുണ്ടാകട്ടെ, ഉഖ്രിജത്തിൽ നാസ്, മനുഷ്യർക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെടുന്ന ഒരു സമൂഹം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, ജനങ്ങൾക്ക് ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്ന, മനുഷ്യർക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെടുന്ന ഒരു ഉത്തമ സമൂഹമാണ് നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. ഹൈറു ഉമ്മത്താണ്. നമ്മൾ എങ്ങനെയാണ് ഹൈറു ഉമ്മത്താകുന്നത്? അള്ളാഹു പറഞ്ഞു, തഅമുറുന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിലക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ സഹായം അതാണ്. ആളുകൾക്ക് നന്മ ഉപദേശിച്ചു കൊണ്ടിരിക്കുക, ചീത്ത ചെയ്യുമ്പോൾ ആ ചീത്തയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക, തിന്മ വിരോധിക്കുകയും ചെയ്യുക. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ അത് വിശദീകരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ആ രംഗത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, സദാചാരം കൽപ്പിക്കുന്നതിന്റെ പ്രാധാന്യവും ദുരാചാരം വിലക്കുന്നതിന്റെ പ്രാധാന്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ്, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാകുന്നു. എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുന്ന എന്താണ്? യഅമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ സദാചാരം കൽപ്പിക്കുന്നവരും ദുരാചാരം വിലക്കുന്നവരുമാകുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. നല്ലത് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുക, ചീത്ത കാര്യങ്ങൾ വിലക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ ബാധ്യതയാണ്. മറ്റൊരു പ്രവാചക വചനം നമുക്ക് സുപരിചിതമാണ്. മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ എന്തെങ്കിലും ഒരു തിന്മ കാണുന്നു എന്ന് വിചാരിക്കുക, ഫൽയുഅയ്യിറുഹു ബിയദിഹി, അതിന് നിങ്ങൾ കൈകൊണ്ട് തടയേണ്ടതാണ്. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, അതിന് നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് തടയണം. ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി, അതിനും സാധ്യമല്ല എങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് തടയണം. ദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ വശമാകുന്നു എന്ന്. ആലോചിച്ച് നോക്കൂ. ഒരു തെറ്റ് കാണുന്നു, ഒരു അധർമ്മം കാണുന്നു, ഒരു അക്രമം കാണിക്കുന്നു. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, എന്ത് അക്രമം കാണിച്ചാലും അരുത് എന്ന് പറയാൻ ആളില്ലാത്ത ഒരു സമൂഹമാണ്, ആളില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ ആ ബാലപാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തോടുള്ള നമ്മുടെ വലിയ ബാധ്യത ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ തെറ്റിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ്. അക്രമം പ്രവർത്തിക്കുന്ന മനുഷ്യനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ്. അവിടെ പ്രവാചകൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നു, നിങ്ങളൊരു തെറ്റ് കാണുന്നു എന്ന് വിചാരിക്കുക, ആ തെറ്റിനെ കൈകൊണ്ട് തടയാൻ സാധിക്കുന്ന അധികാരമുണ്ട്, ശക്തിയുണ്ട്, ആ നിലക്കുള്ള സ്ഥാനമാനങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ തടയേണ്ടതാണ്. എല്ലാവർക്കും അങ്ങനെ സാധിച്ചു കൊള്ളണമെന്നില്ല, എല്ലാ സന്ദർഭത്തിലും അതിന് കഴിയും എന്നുമില്ല. അപ്പോൾ നിങ്ങൾ വാക്കുകൊണ്ട് തടയണം. ചെയ്യരുത് എന്ന് പറയാൻ നിങ്ങൾ തൻ്റെ ഇടം കാണിക്കണം. ചിലപ്പോൾ അതിനും സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. കൈകൊണ്ടും തടയാൻ കഴിയില്ല, ചെയ്യരുത് എന്ന് പറയാനും സാധ്യമല്ലാത്ത അവസ്ഥയുണ്ടാകും. എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ തിന്മയോട് കൂട്ടുനിൽക്കരുത്, അതിനോട് സഹകരിക്കരുത്, അതിനനുയോജ്യമായ നിലപാട് സ്വീകരിക്കരുത്. മറിച്ച് ആ തിന്മയോട് വെറുപ്പ് പുലർത്തുകയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഈമാനിന്റെ ബലഹീനമായ വശമാകുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നു. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും അതിനെ ധിക്കരിച്ചുകൊണ്ടും ജീവിക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ മുകളിലുള്ള പോയിട്ട് വേണം നല്ല ശുദ്ധമായ ജലം ശേഖരിക്കുവാൻ. കപ്പലിന്റെ മുകൾ തട്ടുമുണ്ട്, അടിത്തട്ടുമുണ്ട്. അപ്പൊ അടിത്തട്ടിലുള്ള ആളുകൾ മുകളിൽ കയറിപ്പോയി നല്ല വെള്ളം ശേഖരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് വെള്ളം ലഭിക്കുകയുള്ളൂ. ഈ സന്ദർഭത്തിൽ അടിയിലിരിക്കുന്ന ആളുകൾ വിചാരിച്ചു, എപ്പോഴും നമ്മൾ മുകളിൽ കയറിപ്പോയി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലല്ലോ, നമുക്ക് ആ കപ്പലിന്റെ അടിഭാഗത്ത് ചെറിയൊരു ദ്വാരമുണ്ടാക്കിയാൽ അവിടെ തന്നെ വെള്ളം ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അവരവിടെ ഒരു ദ്വാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ അതിൽ നിന്ന് തടഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ കപ്പൽ മുഴുവൻ മുങ്ങിപ്പോവുകയും ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും നശിച്ചു പോകും.
നോക്കൂ, നമ്മൾ ഈ ഉദാഹരണത്തിലൂടെ പ്രവാചകൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഒരു തിന്മ ചെയ്യുമ്പോൾ അവരെ കൈപിടിച്ച് ആ തിന്മയിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ലാതെ വന്നാൽ അതിൻ്റെ പേരിൽ നാശം അനുഭവിക്കേണ്ടി വരുന്നവർ എല്ലാവരും മൊത്തത്തിലായിരിക്കും എന്നാണ്. അതുകൊണ്ട് സമൂഹത്തിന്റെ വലിയ ബാധ്യതയായി തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്നുള്ള കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ വീണ്ടും വിശദീകരിക്കുന്നു. നോക്കൂ, നമ്മൾ ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് നീതി നടപ്പാക്കുവാനും നന്മ ചെയ്യുവാനും വേണ്ടിയാണ്. വഈതാഇദുൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗ്യ് യഅലുകും ലഅല്ലകും തദക്കറൂൻ. അള്ളാഹു വിശദീകരിക്കുന്നു, നിങ്ങളുടെ കുടുംബ ബന്ധമുള്ള ആളുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം, അതുപോലെ തന്നെ നീചവൃത്തികൾ നിങ്ങൾ തടയണം, ദുരാചാരങ്ങളെ വിലക്കണം, അതിക്രമത്തെ പാഴാക്കണം. യഅലുകും, അള്ളാഹു നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു. എന്തിനു വേണ്ടി? ലഅല്ലഹും തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നതിനു വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, സമൂഹത്തോടുള്ള ബാധ്യതയാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും. എത്ര ശ്രദ്ധേയമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. നീതിയെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഉപദേശിക്കുന്നു ഈ ലോകത്ത് നീതി നടപ്പാക്കാൻ. ആ നീതിയാണ് ലോകത്തില്ലാതെ പോകുന്നത്. എല്ലായിടത്തും അനീതി വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നീതിക്ക് ഇസ്ലാം വളരെ വ്യക്തമായി സ്വന്തം കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളുമായ ആളുകൾ പോലും അനീതി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ അനീതിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. വളരെ വ്യക്തമായിട്ട് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലാ യജ്രിമന്നകും, നിങ്ങൾ ഒരു ജനതയോടുള്ള വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു കുടുംബത്തോട് ഒരു സംഘം ആളുകളോട് ഒരു സമൂഹത്തോട് ഒരു രാഷ്ട്രത്തോട് എന്തെങ്കിലും നിലക്ക് നിങ്ങൾക്ക് വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആ നിലക്കുള്ള അകൽച്ചയുണ്ട്, അതിൻ്റെ പേരിൽ പോലും നിങ്ങൾ അവരോട് അനീതി കാണിക്കാൻ പാടില്ല. നിങ്ങൾ പൂർണ്ണമായ നീതി നടപ്പാക്കണം എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അപ്പോൾ നീതിക്ക് ഇസ്ലാം നൽകിയിരിക്കുന്ന പ്രാധാന്യം, സമൂഹത്തിലുള്ള ആ ബന്ധങ്ങൾ കൂട്ടിനിർത്താൻ വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ വയൻഹാ അനിൽ ഫഹ്ശാ, എല്ലാ നീചവൃത്തികളെയും അള്ളാഹു വിരോധിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അതിനെ നിങ്ങൾ തടയേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ തന്നെ വൽ മുൻകർ, ദുരാചാരങ്ങൾ, വൽ ബഗ്യ്, അതിക്രമം, ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കണം എന്ന് അള്ളാഹു നമുക്ക് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഈ സമൂഹത്തോടുള്ള വലിയ വലിയ ബാധ്യതകൾ, അവരോട് നന്മ ഉപദേശിക്കുവാനും തിന്മ വിരോധിക്കുവാനും നന്മയുടേതായ വശങ്ങൾ വളർത്തിയെടുക്കുവാനും പുണ്യകരമായ കാര്യത്തിൽ മാത്രം സഹകരിക്കുവാനും തിന്മയുടെ കാര്യത്തിൽ യാതൊരു നിലക്കും മറ്റുള്ളവരുമായി സഹകരിക്കാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാതു ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അങ്ങേയറ്റം തെക്കുവയോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അപ്പോൾ സാമൂഹികമായി നമ്മുടെ ഒരുപാട് ബാധ്യതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നാം സൂചിപ്പിച്ചത്. പരക്ഷേമ തൽപരത, നമ്മെക്കാൾ നന്മ മറ്റുള്ളവർക്കുണ്ടാകണം എന്ന ആഗ്രഹത്തോടുകൂടി അവരോടുള്ള പെരുമാറ്റത്തിലും സമീപനത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട ചില സമീപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി സത്യവിശ്വാസികൾ എന്ന നിലക്ക് പരസ്പരമുള്ള ബാധ്യതയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിശദീകരിക്കുന്നു. സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ വചനം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും സത്യവിശ്വാസികൾ സഹോദരങ്ങളാകുന്നു. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങൾ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങളത് നന്നാക്കി തീർക്കണം, മസ്ലഹത്താക്കണം, അനുരജ്ഞനം ഉണ്ടാക്കണം എന്നാണ്. മനുഷ്യർ സ്വാഭാവികമാണ്, ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. അത്തരം പ്രശ്നങ്ങൾ വളരെ യജ്ഞപ്പിലേക്ക് വരുത്തുക, അത് സമാധാനപരമായി പരിഹരിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ബാധ്യതയാകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു പ്രവാചക വചനം, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹംസ്, ഒരു വിശ്വാസിയും ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിലുള്ള കടമകൾ, കടപ്പാടുകൾ, ബാധ്യതകൾ, ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അത് 5 എണ്ണമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് റദ്ദുസ്സലാം, സലാം മടക്കുക എന്നുള്ളതാണ്. ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അയാൾക്ക് സലാം മടക്കുക എന്നുള്ളത് അത് തന്നെ നമുക്കറിയാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് കൂട്ടിച്ചേർത്ത് പറയണം എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഇങ്ങോട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ അഭിസംബോധനയിൽ പോലും നമ്മൾ മറ്റുള്ളവരോട് സ്വീകരിക്കേണ്ട സമീപനം പോലും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരസ്പരം സ്നേഹബന്ധം നിലനിർത്തുവാൻ സലാം പ്രചരിപ്പിക്കുക എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അവിടെ സലാം മടക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയായി പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വൈദാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക, വൈത്തിബാഉൽ ജനായിസ്, ജനാസയെ അനുഗമിക്കുക, വൈജാബത്ത് ദഅവ, ക്ഷണം സ്വീകരിക്കുക, വതശ്മീത് അൽ ആതിഷ്, തുമ്മുന്ന സന്ദർഭത്തിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹംകുമുള്ള എന്ന് പറയാൻ സാധിക്കുക. നോക്കൂ, നമ്മൾ എത്ര ലളിതമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ തുമ്പുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സന്തോഷമാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ആ സന്തോഷത്തോടു കൂടി അയാൾ അൽഹംദുലില്ലാ പറയുമ്പോൾ പടച്ച തമ്പുരാനെ നിനക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ യർഹംകുമുള്ള എന്ന് അദ്ദേഹത്തിനു വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ മറ്റുള്ളവരോട് നമ്മുടെ ആ മനോഭാവം എത്ര വിശാലമാണ്. റബ്ബി ശ്റഹ് ലീ സദ്രി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന എത്ര അർത്ഥവത്താകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം, ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ ഇബ്ന ആദം, ആദം സന്തതികളെ, മരിളത്തു ഫലം തഉദ്നി, ഞാൻ രോഗിയായി നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു വന്നില്ല. അപ്പോൾ ആ മനുഷ്യൻ അവിടെ ചോദിക്കുന്നു അള്ളാഹുവിനോട്, ഖാല യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സന്ദർശിക്കുക? അള്ളാഹുവേ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, സർവ്വലോക പരിപാലകനായ നാഥ, നിനക്ക് രോഗിയാവുക, നിന്നെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കുന്ന കാര്യമാകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ സന്ദർഭത്തിൽ അള്ളാഹുവോടെ വിശദീകരിച്ചു കൊടുക്കുന്നു. ഖാല മാ അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഉദ്ഹു, ഇന്നയാൾ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നിന്റെ നാട്ടിൽ, നിന്റെ അയൽവക്കത്ത് ഇന്നയാൾ രോഗബാധിതനായിരുന്നു എന്ന് നീ അറിഞ്ഞില്ലേ? എന്നിട്ടോ നീ അയാളെ സന്ദർശിക്കാൻ തയ്യാറായില്ലല്ലോ. വമാ അലിംത അന്നക ലൗ ഉദ്തഹു ലവജതനി ഇൻദഹു, നീ അദ്ദേഹത്തിന്റെ സമീപത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നാൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. നോക്കൂ, നമ്മൾ ഒരു സംഭാഷണ സ്വഭാവത്തിൽ അള്ളാഹു പരലോകത്ത് വെച്ച് നമ്മളുമായി സംവദിക്കുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശദീകരിച്ചിരുന്ന കാര്യമാണ്. പിന്നെ പറയുന്ന കാര്യം എന്താണ്? പിന്നെ പറയുന്നു, എനിക്ക് ഭക്ഷണം ആവശ്യമായ സന്ദർഭത്തിൽ ഞാൻ ഭക്ഷണം ചോദിച്ചപ്പോൾ നീ ഭക്ഷണം തന്നില്ല. അവിടെയും ഇതേപോലെ തന്നെയാണ് മറുപടി. റബ്ബുൽ ആലമീനായ നിനക്ക് ഞങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം നൽകുക? അള്ളാഹു പറയുന്നു, ഈ ലോകത്ത് ഭക്ഷണം ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു, അവർക്ക് നീ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല. ഇത് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇന്നലെ ലോക ഭക്ഷ്യദിനമാണ്. ഇത്ര ഗൗരവമുണ്ട് ആ വിഷയത്തിൽ. ലോകത്ത് അങ്ങനെ ഒരു ദിനം ആചരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കുക, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അത് എത്ര പുണ്യകരമായ കാര്യമാകുന്നു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ആ ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നത്, ഞാൻ വെള്ളം ചോദിച്ചു, പാനീയം ആവശ്യപ്പെട്ടു, അത് തന്നില്ല എന്നാണ്. അവിടെ നൽകുന്ന മറുപടി അങ്ങനെയാണ്, ഈ വെള്ളം ആവശ്യമുള്ള, പാനീയം ആവശ്യമുള്ള എത്ര ആളുകൾ ഈ ലോകത്തുണ്ടായിരുന്നു, അവർക്ക് നീ കൊടുക്കാൻ തയ്യാറായില്ല. നീ അവരെ സഹായിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ എന്നെ നിനക്ക് അവിടെ കാണാൻ സാധിക്കുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ സാമൂഹ്യമായ ബാധ്യതകൾ വളരെ വിശാലമാണ് എന്ന് നമുക്ക് ഈ വചനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കടമകളും കടപ്പാടുകളും നിറവേറ്റുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കറിയാം. എല്ലാ രംഗത്തും വർഗീയ ധ്രുവീകരണം വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കും. അത് പലയിടങ്ങളിലും പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ സമാധാനപരമായി കാര്യങ്ങൾ നോക്കിക്കാണാനും അതിനെ വിലയിരുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിക വേഷവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പേ ഉള്ളതാണ്. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാനും ആചരിക്കുവാനും അതിനനുസരിച്ച് സംസ്കാരം കാത്തുസൂക്ഷിക്കുവാനും ഭരണഘടനാപരമായി നമുക്ക് ഔപചാരികമായി തന്നെ അനുമതിയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ഭരണഘടന കാത്തുസൂക്ഷിക്കപ്പെടണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പലസ്തീനിലെ എല്ലാ സന്ദർഭങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, നമ്മൾ ആവർത്തിക്കേണ്ടതില്ല. ഗസയിലെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ.
അവിടുത്തെ യുദ്ധം അവസാനിച്ചുകൊണ്ട് സമാധാനം നിലനിർത്തണം എന്ന ഒരു സന്ദേശത്തിൻ്റെ പ്രചരണവുമായി മറ്റന്നാൾ കോഴിക്കോട് സിറ്റി പൗരസമിതി 4 മണിക്ക് മുഹമ്മദ് അലി കടപ്പുറത്ത് വെച്ചൊരു സമാധാന സന്ദേശ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ആ റാലിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അതിൻ്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നു. ആ വിവരം കൂടി നമ്മെ അറിയിക്കുകയാണ്. നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനയിൽ അവിടെ എന്നും സമാധാനവും ശാന്തിയും നിലനിൽക്കുവാനും ഒരിക്കലും അവിടെ യുദ്ധം ഇനി നീണ്ടുപോകാതിരിക്കാനും യുദ്ധം ആവർത്തിക്കപ്പെടാതിരിക്കാനും നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ കലക്ഷൻ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ പള്ളിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫണ്ടിൽ നമ്മൾ ഓരോരുത്തരും പരമാവധി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹും നമ്മിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരിച്ചു പോയിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم أحينا للكتاب والسنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم انصر إخواننا في كل مكان. اللهم اشفي أمراض مرضانا أمراض من أوصانا بالدعاء يا شافي الأمراض. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.